ഒരു 6-7 വയസ്സൊക്കെയുള്ള കുട്ടികൾക്കുള്ള ഫ്രോക്കിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങുമാണ് ഞാൻ ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത്. 6-7 വയസ്സുള്ള കുട്ടികൾ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരേ വലിപ്പമായിരിക്കില്ല. ചില കുട്ടികൾക്ക് ഹൈറ്റ് കൂടുതലായിരിക്കും, ചില കുട്ടികൾ ഹൈറ്റ് കുറവായിരിക്കും. എന്നാലും ഏകദേശം ഒരു അളവ് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ സാരി വെച്ചിട്ടാണ് ഈ ഫ്രോക്ക് ചെയ്യുന്നത്. സാരീൻ്റെ മുന്താണി ഭാഗം കൊണ്ടാണ് ബോഡി കട്ട് ചെയ്യുന്നത്. ഈ ഒരു തുണി ഇതുപോലെ മടക്കി കൊടുക്കുക. ഇങ്ങനെ മടക്കിയിട്ട് ഇതിലാണ് നമ്മൾ ബോഡി കട്ട് ചെയ്യുന്നത്. നെഞ്ചളവ് ഏതാണ്ട് 26 ഇഞ്ചൊക്കെ വേണം ഒരു 7 വയസ്സുള്ള കുട്ടിക്ക്. അപ്പോൾ ബോഡി വണ്ണം നെഞ്ചളവ് ഒരു 7 ഇഞ്ച് ഇട്ടിട്ട് നമുക്ക് മാർക്ക് ചെയ്യാം. ബോഡി ഇറക്കം ഒരു 13 ഇഞ്ച് ഇട്ടിട്ട് മാർക്ക് ചെയ്യാം. അതൊന്ന് ഇതുപോലെ വരഞ്ഞു കൊടുക്കുക. കഴുത്തിറക്കം ഒരു 4.5 ഇഞ്ച് ഇട്ടിട്ട് അടയാളപ്പെടുത്തുക. കഴുത്തകലം ഒരു 2 ഇഞ്ച് ഇട്ടിട്ട് അടയാളപ്പെടുത്തുക. ഷോൾഡർ ഒരു 5 ഇഞ്ച് ഇട്ടിട്ട് അടയാളപ്പെടുത്തുക. കൈക്കുഴി ഒരു 6 ഇഞ്ച് ഇട്ടിട്ട് അടയാളപ്പെടുത്തുക. കൈക്കുഴി ഈ ഒരു ഷേപ്പിൽ, കൈക്കുഴിൻ്റെ ഈ ഒരു ഷേപ്പിൽ വരഞ്ഞു കൊടുക്കുക. കഴുത്തും വട്ടത്തിൽ വരഞ്ഞു കൊടുക്കുക. നെഞ്ചളവ് 7.5 ഇഞ്ച് അടയാളപ്പെടുത്തുക. അതിൻ്റെ താഴെ അരവണ്ണം ഒരു 6 ഇഞ്ച് ഇട്ടിട്ട് അടയാളപ്പെടുത്തുക. എന്നിട്ട് ഈ വരഞ്ഞതിലൂടെ കട്ട് ചെയ്തെടുക്കാം. കഴുത്ത് ഈ വരഞ്ഞതിലൂടെ റൗണ്ടാക്കി കട്ട് ചെയ്യുക. ബാക്ക് കഴുത്ത് കുറച്ച് കയറ്റി കട്ട് ചെയ്യുക. അടിഭാഗത്ത് കസവുള്ള ഭാഗം ഒഴിവാക്കിയിട്ട് 22 ഇഞ്ചാണ് ഞാൻ ഫ്രോക്കിന് ഞൊറി വെക്കാനായിട്ട് എടുക്കുന്നത്. കസവുള്ള ഭാഗം മടക്കി അടിക്കാൻ ഉപയോഗിക്കും. ഫ്രോക്കിന് ഫുൾ ലെങ്ത്ത് വേണ്ടവർ ഇതിനേക്കാളും ഒരു 5-6 ഇഞ്ച് ഓരോരുത്തർ നീളത്തിനനുസരിച്ച് കൂട്ടിയെടുക്കേണ്ടി വരും. തുണി ഇതേപോലെ മടക്കി വെച്ചിട്ട് 22 ഇഞ്ചിട്ട് അടയാളപ്പെടുത്തിയിട്ട് അതിൽ ഒന്ന് വരഞ്ഞു കൊടുത്തിട്ട് ആ വരമിലൂടെ കട്ട് ചെയ്തെടുത്താൽ മതി. ഇനി ബോഡിക്കുള്ള ലൈനിങ് കട്ട് ചെയ്തെടുക്കാം. ലൈനിങ്ങിൻ്റെ മേലെ ബോഡി ഇതുപോലെ വെച്ചിട്ട് അതിനനുസരിച്ച് കട്ട് ചെയ്തെടുത്താൽ മതി. പിന്നെ ഫ്രോക്കിനുള്ള ലൈനിങ്ങും ഒരു 20 ഇഞ്ചിട്ടിട്ട് അതും കട്ട് ചെയ്തെടുക്കുക. ഇനി ബോഡി സ്റ്റിച്ച് ചെയ്യാം. ലൈനിങ്ങിൻ്റെ മേലെ നല്ല വശം ലൈനിങ്ങിനോട് ചേർത്ത് വെച്ചിട്ട് കഴുത്തിന് ഒരു 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടിട്ട് കഴുത്തിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് കഴുത്ത് ഇതേപോലെ ഒന്ന് ലൈനിങ്ങിൻ്റെ കഴുത്ത് ഇതുപോലെ ഒന്ന് വെട്ടിക്കൊടുക്കുക. ലൈനിങ്ങിൻ്റെ കഴുത്ത് വെട്ടിക്കൊടുത്തതിന് ശേഷം സ്റ്റിച്ച് ചെയ്തതിൻ്റെ തയ്യൽ തുമ്പ്, കഴുത്തിൻ്റെ തയ്യൽ തുമ്പൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. സ്റ്റിച്ച് ചെയ്ത നൂല് കട്ട് ചെയ്ത് പോവാതെ വേണം വെട്ടിക്കൊടുക്കാൻ. എന്നിട്ട് കഴുത്ത് തിരിച്ചിട്ട് കൊടുക്കുക. ഇനി ബാക്ക് കഴുത്തും ഫ്രണ്ട് കഴുത്ത് ചെയ്തതുപോലെ തന്നെ ലൈനിങ്ങിൻ്റെ മേലെ വെച്ചിട്ട് ബാക്ക് കഴുത്ത് അടിച്ചിട്ട് മറിച്ചിടുന്നതിൻ്റെ മുന്നേ ചെറുതായിട്ടൊരു ഓപ്പൺ കൊടുക്കണം. ഓപ്പൺ കൊടുത്തിട്ട് അവിടെയും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് വേണം മറിച്ചിടാൻ. എന്നിട്ട് പിന്നെ അവിടെ ഒരു ഉക്സ് വെച്ച് കൊടുത്താൽ മതി. അത് കുട്ടികൾക്ക് ഇടാൻ സുഖത്തിന് വേണ്ടിയിട്ടാണ് അവിടെ ഓപ്പൺ വെച്ച് കൊടുക്കുന്നത്. ഓപ്പണിൻ്റെയും തയ്യൽ തുമ്പൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് വേണം മറിച്ചിടാൻ. മറിച്ചിട്ടതിന് ശേഷം ഫ്രണ്ട് പീസ് ബാക്ക് പീസിൻ്റെ മുകളിലായിട്ട് നല്ല വശത്തോട് ചേരുന്ന രീതിയിൽ ഇതുപോലെ വെക്കുക. എന്നിട്ട് ഷോൾഡർ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുക. ഷോൾഡർ സ്റ്റിച്ച് ചെയ്യാൻ ഇതുപോലെ രണ്ട് ഷോൾഡറും ഇതുപോലെ വെച്ചിട്ട് ബാക്കത്തെ ഷോൾഡറിൻ്റെ ലൈനിങ് മുന്നത്തെ ഷോൾഡറിൻ്റെ മേലേക്ക് ഇതുപോലെ വെച്ചിട്ട് ഇതിലെ വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ. ഇതുപോലെ സ്റ്റിച്ച് ചെയ്താൽ തയ്യൽ തുമ്പ് പുറത്തേക്ക് കാണില്ല. രണ്ട് ഷോൾഡറും ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി ഈ തുണിയിൽ ഫ്രോക്കിന് വേണ്ട ഞൊറിയിട്ട് കൊടുക്കുക. ഈ തുണിയിലും ഞൊറിയിടുക, പിന്നെ ലൈനിങ്ങിൻ്റെ തുണിയിലും ഞൊറിയിട്ട് കൊടുക്കുക. എന്നിട്ട് അതിന് ശേഷം ബോഡിയിൽ ഫിറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഞൊറി ഇട്ട് കഴിഞ്ഞാൽ ഇതേപോലെ നിവർത്തി വെച്ചിട്ട് ബോഡീൻ്റെ നല്ല പീസുമ്മൽ നല്ല പീസിൻ്റെ ഞൊറി വെച്ച് കൊടുക്കുക. ലൈനിങ്ങുമ്മൽ ലൈനിങ്ങിൻ്റെ ഞൊറിയും വെച്ച് കൊടുക്കുക. അങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഫ്രണ്ടും ബാക്കും ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിനുശേഷം കൈക്കുഴി ഇതുപോലെ ഒപ്പിച്ച് വെച്ചിട്ട് ഫ്രോക്കിൻ്റെ സൈഡിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. സൈഡ് സ്റ്റിച്ച് ചെയ്യുമ്പം ബാക്കിൽ കെട്ടാൻ കയറ് വേണമെങ്കിൽ ഇതുപോലെ ഇതിൻ്റെ ഉള്ളിലൂടെ കയറ് വെച്ച് കൊടുത്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ. ഫ്രോക്കിൻ്റെ കൈ വെട്ടിയിട്ടില്ല. ഇനി നമുക്ക് ഫ്രോക്കിൻ്റെ കൈ വെട്ടിയെടുക്കാം. ആദ്യം തുണി ഇതേപോലെ ആദ്യം രണ്ടാക്കി മടക്കുക. പിന്നെ അത് ഒരു മടക്കും കൂടെ ഇട്ട് കൊടുക്കുക. 4 ആക്കി മടക്കുക. ഒരു 9 ഇഞ്ച് ഇറക്കമുള്ള കൈയാണ് ഞാൻ വെട്ടുന്നത്. കൈക്കുഴി ഇതേപോലെ ഒന്ന് പിടിച്ചിട്ട് ആ ഒരളവിൽ എടുത്താൽ മതി കൈയിൻ്റെ വണ്ണം. കൈയിൻ്റെ അടിഭാഗത്ത് ഒരു 6 ഇഞ്ചും ഇട്ട് കൊടുക്കുക. ഞാനിത് കടലാസിൽ ഇതേ അളവിൽ വെട്ടിയെടുത്തതാണ്. ഇനി ഈ കടലാസ് ഈ തുണി 4 ആക്കി മടക്കി വെച്ച ഈ തുണീൻ്റെ ഈ അറ്റത്ത് വെച്ചിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് ചെരിച്ച് ഇതുപോലെ വരച്ചു കൊടുക്കുന്നത്. ഞൊറിയിടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത്.
എന്നിട്ട് അത് ഇതേപോലെ ഈ ഒരു ഷേപ്പിൽ കൈ വെട്ടിയെടുക്കുക. എന്നിട്ട് ഇതേ അളവിൽ ലൈനിങ്ങും വെട്ടിയെടുക്കുക. എന്നിട്ട് ലൈനിങ് മേൽ വെച്ചിട്ട് അടിച്ച് മറിക്കുകയാണ് ചെയ്യുന്നത്. ഇതേപോലെ ലൈനിങ്ങിൻ്റെ മുകളിൽ നല്ല വശം ലൈനിങ്ങിനോട് ചേർത്ത് വെച്ചിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതുപോലെ മറിച്ചിട്ടിട്ട് ഈ അറ്റത്ത് കൂടെ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം ഒരു ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അതിലൂടെയും ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. ഇനി കൈയിൻ്റെ മുകളിലത്തെ ഭാഗത്ത് ഞൊറിയിട്ട് കൊടുക്കുക. ഇനി ഒരു പിന്നെടുത്തിട്ട് കൈയിൻ്റെ അടിഭാഗത്ത് അതിൻ്റെ ഉള്ളിലേക്ക് ഇലാസ്റ്റിക് ഒന്ന് ഇട്ട് കൊടുക്കുക. ഇതുപോലെ ചെയ്താൽ മതി. ഇലാസ്റ്റിക് ഒന്ന് ഇട്ടിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇലാസ്റ്റിക് ഉള്ളിലിട്ടിട്ട് സൈഡിലൂടെ ചെറുതായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പിന്നെ ഈ സൈഡിലൂടെ ഒരു സ്റ്റിച്ച് കൊടുത്തിട്ട് അതിന് ശേഷം നമുക്ക് കൈക്കുഴിയിൽ ഇത് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. കൈക്കുഴി ഇതേപോലെ നിവർത്തിയിട്ട് ഈ കൈയിൻ്റെ വക്കും കൈക്കുഴീൻ്റെ വക്കും കൂടെ ഒപ്പിച്ച് പിടിച്ചിട്ട് അതിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. കൈ പിടിപ്പിക്കുന്നത് ആദ്യം നിങ്ങൾക്ക് കാണുമ്പോൾ ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ട് തോന്നും. പക്ഷേ 1-2 പ്രാവശ്യം ഒന്ന് കണ്ടു നോക്കിയാൽ അത് നിങ്ങൾക്ക് മനസ്സിലാവും അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത്. ഓരോരുത്തരെ ഓരോ രീതിയിലാണ് കൈ വെക്കുക. ഞാനിങ്ങനെയാണ് വെക്കുക. എനിക്കിതാണ് എളുപ്പമായിട്ട് തോന്നുക. കൈയിൻ്റെ സൈഡിലൂടെ ഒന്നുകൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം അടിഭാഗത്ത് ബക്ക് മടക്കി അടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. പിന്നെ ബട്ടർഫ്ലൈ ഒക്കെ വേണമെങ്കിൽ ഉണ്ടാക്കി വെച്ച് കൊടുക്കുക. കമൻറ്റ് ബോക്സിൽ ആവശ്യപ്പെട്ട പ്രകാരമാണ് ഞാൻ ഈ ഫ്രോക്ക് ചെയ്തിട്ടുള്ളത്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.